നമസ്കാരം. പുതിയ മുഖ്യമന്ത്രിയെ തപ്പി നടക്കുകയാണ് കേരളം. പക്ഷേ തൊട്ടയൽപക്കത്ത് തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുകൂടി പുതിയ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. ചലച്ചിത്ര നടൻ കൂടിയായ വിജയ് ഒരിക്കലും ഇങ്ങനെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ആരും കരുതിയില്ല. വിജയ് കൃത്യം 2 വർഷം മുമ്പ് പാർട്ടി ഉണ്ടാക്കുമ്പോൾ പലരും കരുതിയത് വിജയ് ഇടയ്ക്ക് വെച്ച് രജനീകാന്ത് പിന്മാറിയതുപോലെ പിന്മാറും, അല്ലെങ്കിൽ കമലഹാസനെ പോലെ പരാജയപ്പെടുമെന്നാണ്. അതിനുവേണ്ട എല്ലാ തടസ്സങ്ങളും അവർ സൃഷ്ടിച്ചു കൊടുത്തു. വിജയ് പദ്ധതിയിട്ടതുപോലെ എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് റിലീസ് ചെയ്യാൻ തെരഞ്ഞെടുപ്പിലാക്കാക്കിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ പ്രമേയത്തോടെ ജനനായകൻ എന്ന പേരിൽ ഒരു സിനിമ രൂപം കൊടുത്തെങ്കിലും അത് റിലീസ് ചെയ്തില്ല. സകല എക്സിറ്റ് പോളുകളിലും ഒപ്പീനിയൻ പോളുകളിലും വിജയ് പിന്നിലായിരുന്നു. പക്ഷേ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് 108 സീറ്റ് നേടി. വിജയ്ക്ക് കേവല ഭൂരിപക്ഷത്തിന് കുറവ് 10 സീറ്റ് മാത്രം. 10 സീറ്റിന് കുറവുള്ള വിജയിയെ തോൽപ്പിക്കാൻ AIADMKയും DMKയും ഒരുമിച്ച് സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. പലതരത്തിലുള്ള നീക്കങ്ങളുമായി പലരും രംഗത്തിറങ്ങി. വിജയ് നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ കേവല ഭൂരിപക്ഷം ഒപ്പിക്കുന്നു. ഗവർണർക്ക് എന്നിട്ടും വിശ്വാസമായില്ല. വിജയുടെ സത്യപ്രതിജ്ഞ നീട്ടിക്കൊടുത്തു. ഒടുവിൽ വിജയ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് 118 പകരം 120 പേരുടെ പിന്തുണയോടെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും ജനകീയമായ ഒരു സത്യപ്രതിജ്ഞ സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അത്ര സിനിമാറ്റിക് ആയിരുന്നു ആ സത്യപ്രതിജ്ഞ. അത് കണ്ടിരുന്ന സകല മനുഷ്യർക്കും, വിജയ് ആരാധകർക്ക് മാത്രമല്ല സകല ദേശസ്നേഹികൾക്കും ആവേശമാണ് പൊട്ടി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വിജയ് ചുമതലയേറ്റത് തികഞ്ഞ ദേശസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയാണ്. വിജയുടെ സർക്കാരിന് അധികം ആയുസില്ല എന്നായി എതിരാളികൾ പിന്നെ പറഞ്ഞു തുടങ്ങിയത്. കോൺഗ്രസിന്റെ 5 സീറ്റിന് വേണ്ടി കൊടുത്തത് 2 മന്ത്രിമാരെയാണ്. കേവലം 2 സീറ്റുള്ള CPMന്റെ ഓഫീസിൽ പോയി വിജയ്ക്ക് പാർട്ടി സെക്രട്ടറിയെ കാണേണ്ടി വന്നു. അങ്ങനെ ഒരു വിധത്തിൽ പെറുക്കിയാണ് വിജയ് ഭൂരിപക്ഷം ഒപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അധികം ആയുസ്സുണ്ടാവില്ല എന്ന് എല്ലാവരും വിധി എഴുതി. വിജയും അങ്ങനെ തന്നെയാണ് കണക്കാക്കിയതെന്നായിരുന്നു നിരീക്ഷകരുടെ നിലപാട്. പക്ഷെ ഭൂരിപക്ഷത്തിന് വേണ്ടി ആരുടെയെങ്കിലും കാലിൽ പിടിക്കാൻ വിജയ് ഒരുക്കമായിരുന്നില്ല. തൻ്റെ സർക്കാർ എന്താകുമെന്ന് ജനങ്ങളോട് താൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ വിജയ് ആദ്യ ദിനം തന്നെ ആരംഭിച്ചു. വലിയ ജനപിന്തുണയാണ് വിജയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്തുണയ്ക്കുന്നവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്നതാണ് വിജയുടെ നിലപാട്. പിന്തുണ ഇല്ലാത്തതുകൊണ്ട് സർക്കാർ പോയാൽ സർക്കാരിനെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം വിജയ്ക്കുണ്ട്. അതിനോടകം വിജയ്ക്ക് ആകപ്പാടെ ചെയ്തു തീർക്കേണ്ട ഒരേ ഒരു പണി സംസ്ഥാന വ്യാപകമായി പാർട്ടിയെ കെട്ടിപ്പടുക്കുകയാണ്. സമ്മേളനങ്ങൾ നടത്തി ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് എല്ലായിടങ്ങളിലും പാർട്ടിക്കൊരു സംവിധാനം ഒരുക്കിയാൽ പിന്നെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാലും വിജയിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കേണ്ടതില്ല. പക്ഷെ അതിനുവേണ്ടി വിജയ് കാത്തിരുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് കൂടി അനാവശ്യമായി അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങൾക്ക് പണച്ചെലവുണ്ടാക്കുന്ന, സമയച്ചെലവുണ്ടാക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ട് അതൊഴിവാക്കാൻ വിജയ് ആദ്യ ദിനം തന്നെ നീക്കം തുടങ്ങി. അതിൻ്റെ ഭാഗമാണ് DMK ഇപ്പോൾ നെടുകെ പിളർന്നിരിക്കുന്നത്. ജയലളിതയ്ക്ക് ശേഷം നാഥനില്ല കളരിയായിപ്പോയ DMK BJPയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും 47 സീറ്റുകൾ നേടിയതും. 2016-ലും 21-ലും ഇപ്പോൾ 26-ലും അധികാരം കിട്ടാതെ വന്നതോടെ DMK നേതാക്കൾ അങ്കലാപ്പിലായിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് വിജയ് നീക്കങ്ങൾ നടത്തിയത്. ജയിച്ച 47 പേരിൽ ഭൂരിപക്ഷം പേർ 30 പേർ വിജയിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നത്. 1-2 MLAമാരുടെ പിന്തുണയ്ക്ക് വേണ്ടി വിജയ് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടത് നമ്മൾ അറിഞ്ഞു. എന്നാൽ ഇന്ന് 30 MLAമാർ ഒരുമിച്ച് പിന്തുണയ്ക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. DMK പിളർപ്പിൻ്റെ വക്കിലാണ്. എടപ്പാടി പളനിസ്വാമിയെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് 17 പേർ മാത്രം. 23 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പളനിസ്വാമി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ഉറപ്പാക്കിയിട്ടില്ല. അതേസമയം വിമത നേതാവ് SP വേലുമണി പറയുന്നത് തനിക്ക് 30 പേരുടെ പിന്തുണയുണ്ടെന്നും ഇനിയും 2-3 പേർ കൂടി എത്തുമെന്നുമാണ്. 32 MLAമാർ ഉണ്ടെങ്കിൽ മാത്രമേ പിളർപ്പ് നിയമപരമാകൂ. 30 പേർക്കൊപ്പം 2 പേർ കൂടി വന്നാൽ ഔദ്യോഗികമായി വേലുമണിയുടെ പാർട്ടി DMK ആവുകയും എടപ്പാടിയുടെ പാർട്ടി വിമതരാവുകയും ചെയ്യും. അങ്ങനെ വേലുമണിയുടെ പാർട്ടിക്ക് വിജയുടെ പാർട്ടിയോട് സഖ്യം ചേർന്ന് മന്ത്രിസഭയിലെത്താം. 32 MLAമാർ കൂടി എത്തിയാൽ വിജയ് സർക്കാരിൻ്റെ പിൻബലം 152 MLAമാരുടേതാവും. കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ CPIയുടെയോ ലീഗിൻ്റെയോ VCKയുടെയോ കാലിൽ പിടിക്കേണ്ട ഗതികേട് പിന്നെ വിജയിക്കില്ല. ഉത്തരവാദിത്വത്തോടെ ഭരിക്കാം. DMK എന്ന പേര് ലഭിക്കുന്നില്ലെങ്കിൽ പുതുതായി രൂപം കൊണ്ട വിഭാഗത്തെ വിജയ് തൻ്റെ പാർട്ടിയുടെ ഭാഗമാക്കിയേക്കാം. അങ്ങനെ കേവല ഭൂരിപക്ഷമില്ലാത്ത
TVK വലിയ ഭൂരിപക്ഷമുള്ള പാർട്ടിയായി മാറും. വിജയുടെ നീക്കങ്ങൾ സമാനതകളില്ലാത്തതാണ്. അമിത്ഷായുടെ അതേ ചാണക്യ ബുദ്ധി തന്നെയാണ് വിജയ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതേസമയം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും രാഷ്ട്രീയം വിജയ് ഏറ്റെടുത്തിട്ടുമില്ല. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വിജയ് കടന്നു ചെല്ലുന്നത്. സ്റ്റാലിനെ അങ്ങോട്ട് ചെന്ന് ഷാളണിയിച്ച് ആദരിച്ചപ്പോൾ തിരിച്ച് ഷാളണിയിച്ച് വിജയെ സ്റ്റാലിനും സ്വീകരിച്ചു. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധിയും വിജയുടെ പഴയ ചങ്ങാതിയാണെന്ന് ഓർക്കണം. രണ്ടുപേരും ഒരുമിച്ച് സിനിമാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഉദയനിധിയാണ് ഇനി പ്രതിപക്ഷ നേതാവായി വിജയിയെ നേരിടാൻ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശത്രുവിനെ പോലും കീഴടക്കി ശത്രുതയെല്ലാം മറന്ന് പുതിയ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുകയാണ് വിജയ്. വിജയുടെ അസാധാരണ നീക്കങ്ങളിൽ നടുങ്ങിയിരിക്കുകയാണ് തമിഴകം ആവേശത്തോടെ വിജയ്ക്ക് ജയ് വിളിക്കുന്നു. പുതിയൊരു യുഗം പിറന്നതായി അവർ വിശ്വസിക്കുന്നു. പലരും പറഞ്ഞതുപോലെ വഴിയെ പോയവരെ പിടിച്ച് MLAയും മന്ത്രിയുമാക്കിയതല്ല, അറിവും വിദ്യാഭ്യാസവും കഴിവും പ്രതിഭയുമുള്ളവരെ തന്നെ തെരഞ്ഞു പിടിച്ചാണ് വിജയ് മത്സരിപ്പിച്ചത്. വിജയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് 9 മന്ത്രിമാരാണ്. ഈ 9 മന്ത്രിമാരുടെയും യോഗ്യത കേട്ടാൽ പരമയോഗ്യരെന്ന് അവകാശപ്പെടുന്ന മലയാളികൾ നാണം കെട്ടുപോകും. ശിവകാശി MLA S. കീർത്തനയ്ക്ക് 29 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. മാത്തമാറ്റിക്സിൽ BScയും സ്റ്റാറ്റിസ്റ്റിക്സിൽ MScയുമാണ് കീർത്തനയുടെ യോഗ്യത. എഗ്മോർ MLA A. രാജ്മോഹൻ മദ്രാസ് IITയിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമയുണ്ട്. അതുപോലെ ജേർണലിസത്തിൽ ഡിഗ്രിയുമുണ്ട്. മൈലാപ്പൂർ MLA P. വെങ്കട്ടരമണനാണ് മറ്റൊരു മന്ത്രി. ഇദ്ദേഹം TVKയുടെ ട്രഷറർ കൂടിയാണ്. ഇദ്ദേഹത്തിന് MCOM ഉണ്ട്, മാത്രമല്ല MBA ഉണ്ട്, കൂടാതെ LLM ഉണ്ട്. നോക്കൂ എന്തൊരു വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന്. KG അനുരാജ് ഒരു ഡോക്ടറാണ്, ഒപ്പം പഴയ IRS ഓഫീസറാണ്. ഡോക്ടർ KT പ്രഭു കാരക്കുടി MLA ആണ്, ദന്തിസ്റ്റാണ്. CTR നിർമ്മലകുമാർ തിരുപ്പരംകുണ്ട്രം MLA ആണ്, എഞ്ചിനീയറാണ്, ലോയറാണ്. ഇതാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന മന്ത്രിമാരുടെ അവസ്ഥ. ഈ 108 MLAമാരിൽ 6 പേർക്ക് PhD ഉണ്ട്, 22 പേർക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, 5 പേർ IITയിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തവരാണ്, 8 പേർ ഡോക്ടർമാരാണ്, 40 പേർ അഭിഭാഷകരോ എഞ്ചിനീയർമാരോ ആണ്. നോക്കൂ, വിദ്യാഭ്യാസവും അറിവും പ്രാഗൽഭ്യവുമുള്ളവരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കി തമിഴ്നാടിന് പുതിയ മുഖം കൊടുക്കാൻ ഒരുങ്ങുകയാണ് വിജയ്. ആ വിജയിയെ പിന്തുണയ്ക്കാൻ അണ്ണാഡിഎംകെ MLAമാർ കൂടി രംഗത്ത് വരുമ്പോൾ ഇനി 5 വർഷമല്ല, ഇനി വരാൻ പോകുന്ന 1-2 പതിറ്റാണ്ട് തമിഴകം ഭരിച്ച് നന്നാക്കാൻ പോകുന്നത് പണത്തോട് ആർത്തിയില്ലാത്ത, ആവശ്യത്തിലധികം പണം കണ്ടു ശീലിച്ച വിജയ് തന്നെയാവും. ഇളയ ദളപതി നീണാൾ വാഴുകെ.